AI മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പല മേഖലകളിലും വന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടതാണ് ക്രിയേറ്റേഴ്സിനും AI വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. പണ്ട് നമ്മൾ ഒരുപാട് ടൈം എടുത്ത് ചെയ്തിരുന്ന പല കാര്യങ്ങളും വളരെ ക്വിക്കായിട്ട് ഈസി ആയിട്ട് AIൻ്റെ സഹായത്തോടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും ടൈം എടുത്ത് ചെയ്യുന്നതാണ് തമ്പനെയിൽ നിർമ്മാണം. ഇതൊരു ക്വിക്കായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് വഴി ഞാൻ നിർമ്മിച്ചെടുത്തതാണ് ഈ ഒരു തമ്പനെയിൽ. ഇതേപോലെ തന്നെ പലപ്പോഴും നമ്മൾ യൂട്യൂബിലാണെങ്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലോ ഫേസ്ബുക്കിലാണെങ്കിലോ എന്തെങ്കിലും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് SEO ബേസ്ഡ് ആയിട്ടുള്ള ടൈറ്റിൽസ്, ഡിസ്ക്രിപ്ഷൻസ്, കീവേഡ്, ടാഗ് ലൈൻ നിർമ്മിക്കുന്നതും ഒരു തലവേദനയാണ്. അതിനും ഈസി ആയിട്ട് ക്വിക്കായിട്ട് നമുക്ക് അതിൻ്റെ സഹായം തേടാൻ പറ്റും. മൂന്നാമത് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം, നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസിൻ്റെ ടൈറ്റിൽ പെർഫോമിംഗ് ആണോ, അതിൻ്റെ തമ്പനെയിൽ ഗുഡ് ആണോ, മൊത്തത്തിൽ നമ്മുടെ ചാനലിൻ്റെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്, ചാനൽ ഗുഡ് ആണോ, അതേപോലെ തന്നെ നമ്മൾക്ക് ഏതെല്ലാം രീതിയിലുള്ള കോണ്ടന്റുകൾ നിർമ്മിച്ചു തരാൻ പറ്റും. ഇതൊക്കെ ഒരു യൂട്യൂബ് എക്സ്പേർട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തു വെക്കുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോസിന് വേണ്ട ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻസ് ക്വിക്കായിട്ട് എങ്ങനെ നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ സഹായത്തോടെ. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ ലോങ് വീഡിയോസ് ആണ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഏത് വീഡിയോ ആണ് വേണ്ടത് അത് അപ്ലോഡ് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഫയലിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്ത ഫയൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ഫയൽ നേരെ ഇവിടെ വന്നിട്ട് ജെമിനൈയിൽ അപ്ലോഡ് ചെയ്തു. ഇത് നമുക്ക് ജെമിനൈയിൽ ഉപയോഗിക്കാം, ChatGPTയിലൊക്കെ ഉപയോഗിക്കാം. എന്നാൽ പോലും മലയാളം കണ്ടന്റുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് ജെമിനൈയാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഇനി ഇൻസ്റ്റഗ്രാം വീഡിയോസ്, ഫേസ്ബുക്ക് വീഡിയോസ്, അങ്ങനെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, വീഡിയോ അപ്ലോഡ് ചെയ്തു. ശേഷം ഞാനൊരു സിമ്പിൾ പ്രോംപ്റ്റ് കൊടുത്തു. ഒരു യൂട്യൂബ് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻസ്, കീവേഡുകളൊക്കെ നിർമ്മിച്ചു തരുന്ന ഒരു എക്സ്പേർട്ടായിട്ട് ഇതിന് വേണ്ട ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻസ് നിർമ്മിച്ചു തരണം. അതേപോലെ തന്നെ ടൈറ്റിലും തമ്പനെയിലും 3 സെറ്റ് കണ്ടന്റുകൾ വേണം എന്നുള്ളൊരു പ്രോംപ്റ്റ് കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്തു, ശേഷം എൻ്റർ കൊടുത്തു. ഇതിൻ്റെ റിസൾട്ട് നോക്കാം. ഇത് ശരിക്കും പല വിധേന നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഉണ്ട്, മലയാളം ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് വേണം, കണ്ടന്റ് വേണം, അതിന് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ ടൈം സ്റ്റാമ്പ് വേണം, ടൈം സ്റ്റാമ്പും ഇവിടെ നമുക്ക് ഈസി ആയിട്ട് നിർമ്മിക്കാൻ പറ്റും. അപ്പം നമ്മൾ നേരത്തെ കൊടുത്ത പ്രോംപ്റ്റിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് ഇതാണ്, 3 സെറ്റ് ഓഫ് ടൈറ്റിലും തമ്പനെയിലും വേണം, പിന്നെ ഡിസ്ക്രിപ്ഷൻസ് വേണം, കീവേഡുകൾ വേണം, ടൈം സ്റ്റാമ്പ് വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് അതിൻ്റെ റിസൾട്ടുകളൊന്ന് നോക്കി നോക്കാം. അതിൻ്റെ റിസൾട്ട് നോക്കാം. ഒരു ടൈറ്റിൽ, ഓപ്ഷൻ 1 ടൈറ്റിൽ, തമ്പനെയിൽ, വീണ്ടും ഓപ്ഷൻ 2 3 സെറ്റ് വേണമെന്നല്ലോ, സെറ്റ് 3, പിന്നെ നെക്സ്റ്റ് തന്നിട്ടുള്ളത് ടൈം സ്റ്റാമ്പാണ്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ പണ്ട് ടൈം സ്റ്റാമ്പ് ഓരോന്നും പ്ലേ ചെയ്ത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ക്വിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് നേരെ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി. പിന്നെ കീവേഡുകൾ തന്നിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ഇതിൽ തന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് അഡീഷണൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി, ഡിസ്ക്രിപ്ഷൻസ് വേണം എന്നുള്ളത്. അപ്പോൾ ഇവരെന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് AI ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ച് SEO ബേസ്ഡ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് തരിക. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈറ്റിൽസും ഡിസ്ക്രിപ്ഷൻസും ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്, ഹെൽപ്ഫുൾ ആകും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്തു, തമ്പനെയിൽ കൊടുക്കേണ്ട കണ്ടന്റ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, തമ്പനെയിൽ ഡിസൈൻ ചെയ്യണം. നമ്മൾ മിക്ക ആളുകളും ചെയ്യുന്നത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഡിസൈനറെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ ക്യാൻവ വെച്ചിട്ട് ഡിസൈൻ ചെയ്യും. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള തമ്പനെയിലും ഡിസൈൻ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഒരു ഡിസൈന് ഇവിടെ എൻ്റെ ഒരു പിക്ചർ ഞാൻ നിർമ്മിച്ചു. എൻ്റെ ഒരു പിക്ചർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള PNG ഫയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ക്യാൻവയോ മറ്റു ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്കൊരു പ്രശ്നമില്ല. എൻ്റെ തമ്പനെയിൽ വേണ്ട എൻ്റെ പിക്ചർ ഞാനിവിടെ അപ്ലോഡ് ചെയ്തു. ശേഷം ഞാൻ ആ ഒരു തമ്പനെയിൽ നേരത്തെ കൊടുത്ത കണ്ടൻറ്റിന്, അതായത് നമുക്ക് നേരത്തെ ജെമിനി ജനറേറ്റ് ചെയ്തെന്ന തമ്പനെയിലിൻ്റെ കണ്ടൻറ്റ് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. ഇങ്ങനെ ചോദിച്ചാൽ ഉത്തരം കിട്ടും. എന്നിട്ട് ഞാനൊരു പ്രോംപ്റ്റ് കൊടുത്തു. ഞാനൊരു തമ്പനെയിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നീ ഒരു തമ്പനെയിൽ ക്രിയേറ്റീവ് ഡിസൈനറായിട്ട് ഒരു ഡിസൈൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അതാണ് പ്രോംപ്റ്റ്. ശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം എൻ്റർ കൊടുത്തേക്കാം. നമുക്ക് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള തമ്പനയിൽ നിർമ്മിച്ചു തരും. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ചോദിച്ചാൽ ഉത്തരം കിട്ടും എന്നുള്ളതാണ്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ തമ്പനയിലെ സൈസ് ഡയമെൻഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. ഇനി ഇൻ കേസ് ആ ഡയമെൻഷനിലല്ല തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ക്യാൻവയോ അല്ലെങ്കിൽ ക്രോപ്പിങ്ങോ അങ്ങനെ വെച്ചിട്ട് നമ്മൾ തമ്പനയിലിൻ്റെ അതേ സൈസിലേക്ക് നമുക്ക് മാറ്റാം. ഇതാണ് AI ഉപയോഗിച്ച് ക്രിയേറ്റീവ്സിന് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പലപ്പോഴും നമ്മൾ വീഡിയോസൊക്കെ നിർമ്മിക്കാറുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ ലാക്ക് ഓഫ് കണ്ടന്റ്, നമുക്ക് ഇനി എന്ത് നിർമ്മിക്കണം എന്നറിയാത്ത നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. ഇപ്പം ഇനി അതിനൊന്നും ഒരു പ്രശ്നമല്ല. AI നമ്മളുടെ ചാനലിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റിൻ്റെ രീതി ഇത് കൃത്യമായി ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾക്ക് ഇനി ഏതെല്ലാം കോണ്ടന്റുകൾ നിർമ്മിക്കാമെന്ന് അവർ തന്നെ അതിൻ്റെ സഹായത്തോടെ നിർമ്മിച്ച് തരുന്നുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത ശേഷം കോണ്ടന്റ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ വരിക. ഈ ഒരു സെക്ഷനിൽ ഇൻസ്പിറേഷൻ എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ നമ്മുടെ കോണ്ടന്റിൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് എന്തെല്ലാം സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ നിർമ്മിക്കാമെന്ന് അവർ തന്നെ അതിൻ്റെ സഹായത്തോടെ നിർമ്മിച്ച് തരുന്നതാണ്. ഇവിടെ വിത്ത് തമ്പനയിലാണ്. ഇത് കുറേ ആളുകൾക്ക് അറിയില്ല. ഇതൊക്കെ ഓരോ ഐഡിയകളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആപ്പ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പിലും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ആപ്പിൽ ഇത് ഇത്രത്തോളം കാണുന്നില്ല. നിങ്ങൾ ഒന്നുകിൽ ക്രോമിൽ ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിക്കേണ്ടി വരും. വ്യത്യസ്ത കണ്ടന്റുകൾ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അവർ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഷോ മോർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ KL ഫോർവേഡിലേക്ക് വേണ്ട ബാക്കി ഇത്തരം സിമിലർ കോണ്ടന്റുകൾ നിർമ്മിക്കാം എന്നുള്ള വ്യത്യസ്ത ഐഡിയകളാണ് ഇവർ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഹെൽപ്ഫുള്ളാണ്. കാരണം എന്താ വെച്ചാൽ ഇവർ തരുന്നത് നമ്മുടെ അതേപോലത്തെ കോണ്ടന്റ് നിർമ്മിക്കുന്ന ആളുകളുടെ ചാനലും നമ്മളുടെ കണ്ടന്റിൻ്റെ സ്വഭാവമൊക്കെ നോക്കിയിട്ടും അതേപോലെ തന്നെ ആളുകൾ സെർച്ച് ചെയ്യുന്ന റെലവൻറ്റ് കീവേഡുകൾ ടാഗ് ലൈന് അല്ലെങ്കിൽ സെർച്ച് വേർഡൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് ഇത്തരം കണ്ടന്റ് നിർമ്മിക്കുകയാണെങ്കിൽ അതും നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് കൂട്ടാൻ, റീച്ച് കൂട്ടാൻ അല്ലെങ്കിൽ സെർച്ചിൽ വരാൻ വളരെ ഹെൽപ്ഫുൾ ആകും. പിന്നെ നമുക്കിനി ഇവിടെ എന്തും നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ഓരോന്നായിട്ട് ചോദിക്കാം. അതായത് ഇന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള മോർ കോണ്ടന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. ഇതാണ് ഒരു പ്രത്യേകത. രണ്ടാമത് അടുത്തത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനൽ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ നല്ല പെർഫോമിംഗ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള ചാനലിൻ്റെ റീച്ച് എത്രത്തോളം ഉണ്ട്, തമ്പനെയിൽ വർക്കിംഗ് ആണോ, കീവേഡുകൾ വർക്കിംഗ് ആണോ, ടൈറ്റിൽ വർക്കിംഗ് ആണോ, തമ്പനെയിൽ മാറ്റണോ, ഇതൊക്കെ ഒരു യൂട്യൂബ് എക്സ്പേർട്ട് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നെ എങ്ങനെ ഉണ്ടാവും വിത്ത് ഡാറ്റ. അതായത് എന്തെങ്കിലും പറഞ്ഞതല്ല, അതായത് ബേസ്ഡ് ഓൺ അവർ ചാനൽ പെർഫോമൻസ്. അപ്പോൾ അതിന് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കോണ്ടന്റിൽ വന്നു കഴിഞ്ഞാലോ അനലിറ്റിക്സിൽ വന്നു കഴിഞ്ഞാലോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ജെമിനൈൻ്റെ അതേപോലത്തെ ഒരു ലോഗോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നമ്മുടെ ബേസ്ഡ് ഓൺ ഡാറ്റ, നമ്മുടെ ചാനലിൻ്റെ ഡാറ്റ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ തരും, റിസൾട്ടുകൾ തരും. ഈ ഒരു AI എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള AI ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ട, അത്തരം കാര്യങ്ങൾ ഒരു പേടിയോടെ ഒന്നും ഇതിനെ നോക്കണ്ട. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സജഷൻ ലൈബ്രറി എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഓരോ സജഷൻസ്, അതായത് നമുക്ക് ഏതെല്ലാം രീതിയിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാം എന്നുള്ളതൊക്കെ നമുക്കുണ്ട്. ഒരു എക്സാമ്പിൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോൻ്റെ പെർഫോമൻസ്. ഓക്കെ, ഇപ്പോൾ ക്യാച്ച് അപ്പ് ഓൺ യുവർ ലേറ്റസ്റ്റ് വീഡിയോ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തരും. ഇനി നമ്മൾക്ക് കിട്ടിയ കമൻറ്റുകളുടെ സമ്മറി അതിവിടെ ഉണ്ട്. ഇനി നമ്മുടെ വീഡിയോ ടൈറ്റിലുകൾ റിഫൈൻ ചെയ്യുക, ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾക്ക് നേരത്തെ നമ്മളെ ഇൻസ്പിറേഷനിൽ പോയിട്ട് കണ്ടില്ല, നമ്മൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകൾ ഏതൊക്കെ അതിനെക്കുറിച്ചിട്ട്. അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എന്തൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാം, അങ്ങനെ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനോട് ചോദിക്കാൻ പറ്റും. ഇനി ഇതൊന്നും അല്ലാത്ത കാര്യങ്ങളും നമുക്കിവിടെ ടൈപ്പ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഓക്കെ, ടെൽ മീ അബൌട്ട് മൈ ലാസ്റ്റ് വീഡിയോ പെർഫോമൻസ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ വീഡിയോനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ ഇവിടെ തന്നെ അവർ ഏത് വീഡിയോനെ കുറിച്ചിട്ടാണ് എന്നുള്ളതിൻ്റെ ലിങ്ക് പോലും തരും. അപ്പോൾ നമുക്കൊന്നുകൂടി ഉറപ്പ് വരുത്താം ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഇങ്ങനെ നമ്മൾ ഇതിനോട് ചോദിക്കുന്നത് വഴി ഇപ്പോൾ നമ്മുടെ ടൈറ്റിൽ അത്രത്തോളം അട്രാക്റ്റീവ് അല്ല,
നമ്മുടെ ടൈറ്റിൽ സെർച്ച് റെലവൻറ്റിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഇവരോട് തന്നെ നമുക്ക് നെക്സ്റ്റ് ചോദിക്കാൻ പറ്റും. എന്നാൽ ഇവിടെ SEO ബേസ്ഡ് ആയിട്ടുള്ള ടൈറ്റിൽ പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ സെർച്ച് റിസൾട്ടിലേക്ക് നമ്മുടെ വീഡിയോ എത്താൻ വേണ്ട ടൈറ്റിലുകൾ നിർമ്മിച്ച് തരുമോ, അല്ലെങ്കിൽ പറഞ്ഞു തരുമോ, തമ്പനിയിൽ കൊടുക്കേണ്ട കണ്ടന്റുകൾ പറഞ്ഞു തരുമോ, അങ്ങനെ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നെക്സ്റ്റ് ആയിട്ട്. അതായത് നമ്മൾ നോർമലി ChatGPT ജെമിനായൊക്കെ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ ഇവിടെ ചോദിക്കാൻ പറ്റും. സീ ദ റിസൾട്ട്, എൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് വീഡിയോൻ്റെ പെർഫോമൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ് അതിൽ കുറവ്, എന്താണ് കൂടുതൽ എന്നുള്ളത് കൃത്യമായിട്ട് A to Z കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റിലൂടെ പറയാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.